ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ജൂൺ 29 ശനി, പത്രോസ് പൗലോസ് സ്ലിഹന്മാരുടെ തിരുനാൾ ദിവസമാണ്. നമ്മുടെ സഭയിൽ, പ്രത്യേകിച്ച് സീറോ മലബാർ സഭയിൽ ആണ്ടുവട്ടത്തിൽ 2 പ്രാവശ്യം പത്രോസ് പൗലോസ് സ്ലിഹന്മാരെ നമ്മൾ അനുസ്മരിക്കുന്നുണ്ട്. ദനഹാക്കാലത്തെ 2ാമത്തെ വെള്ളിയാഴ്ച ആരാധനാക്രമ പാരമ്പര്യത്തോട് ചേർന്ന് ദനഹാക്കാലം ഓരോ വെള്ളിയാഴ്ചകളിലും നമ്മൾ സുവിശേഷം ജീവിച്ചവരെ അനുസ്മരിക്കുമ്പോൾ 2ാം വെള്ളിയാഴ്ച പത്രോസ് പൗലോസ് സ്ലിഹന്മാരെ നമ്മൾ അനുസ്മരിക്കാറുണ്ട്. അതുകൂടാതെ ഈ ജൂൺ 29 ആഗോള കത്തോലിക്ക സഭയോട് ചേർന്ന് പത്രോസ് പൗലോസ് സ്ലിഹന്മാരുടെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുന്നു. തിരുനാളിൻ്റെ മംഗളങ്ങൾ ഏവർക്കും സ്നേഹപൂർവ്വം നേരുകയാണ്. പ്രത്യേകിച്ച് പത്രോസ് പൗലോസ് നാമധാരികൾക്ക്, പത്രോസ് പൗലോസ് പേരുള്ള നമ്മുടെ പിതാക്കന്മാരുണ്ട്, നമ്മുടെ വൈദികരുണ്ട്, സഹോദരങ്ങൾ ഒത്തിരി പേരുണ്ട്. എല്ലാവർക്കും, ഞാനും പൗലോസാണ്, പോളാണ്, ജിസൺ പോൾ വേങ്ങാശ്ശേരി എന്നതിലെ പോള് എൻ്റെ മാമോദിസ പേരാണ്. എൻ്റെയും തിരുനാൾ ദിവസമാണ്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെയും ഓർക്കണമേ എന്ന് സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുന്നു. ഇന്ന് നമ്മൾ വായിക്കുന്ന സുവിശേഷ ഭാഗം ഇന്നലെ വായിച്ചതിൻ്റെ ബാക്കിയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായം 15 മുതൽ 19 വരെയുള്ള ഭാഗങ്ങൾ. പത്രോസിനെ ഈശോ ദൗത്യമേൽപ്പിക്കുന്ന ഭാഗമാണ്. പത്രോസിൻ്റെ തിരുനാളിൻ്റെ ഭാഗമായി വരുന്ന വായനയാണ്. നമ്മുടെ ചാനലുമായിട്ട് ഈ ഭാഗത്തിന് ബന്ധമുണ്ട്. കാരണം ഈശോ പത്രോസിനോട് പറഞ്ഞതാണ്, നമ്മുടെ ചാനലിൻ്റെ പേര് ഫീഡ് മൈ ഷീപ്പ്, എൻ്റെ ആടുകളെ മേയ്ക്കുക, എൻ്റെ ആടുകളെ മേയ്ക്കുക. ഈ രംഗം ഒന്ന് ധ്യാനിച്ചേ. ഇന്നലെ നമ്മൾ വായിച്ചു വന്ന ഭാഗം, യോഹന്നാൻ പറയുന്നു തീരത്ത് കർത്താവാണ്. മത്സ്യ സമൃദ്ധി കണ്ടപ്പോൾ യോഹന്നാൻ പറഞ്ഞു തീരത്ത് കർത്താവാണ്. അടുത്ത രംഗം എന്താണെന്നറിയാമോ? പത്രോസ് താൻ നഗ്നനായിരുന്നുവെന്ന് കണ്ട് വസ്ത്രം ധരിച്ച് വെള്ളത്തിലേക്ക് ചാടി. തീരത്ത് വന്നപ്പോൾ അവിടെ അപ്പവും മീനും ചുട്ടുവെച്ചിരിക്കുന്നു. അവിടെ ഇരുന്ന് കർത്താവ് ചോദിക്കുന്നു, യോനായുടെ പുത്രനായ ശിമയോനെ, നീ എന്നെ സ്നേഹിക്കുന്നെന്ന് പറയുന്നു. അതിൻ്റെ ഒടുക്കം, ഇനി മുതൽ മറ്റൊരുവൻ നിന്നെ നയിക്കുമെന്ന് പറഞ്ഞ് ഏൽപ്പിക്കുന്നു. നിനക്ക് സഹനമുണ്ടാകും, മരണത്തെ സൂചിപ്പിക്കുന്നു. എന്തായി നടന്നത്? പത്രോസ് വെള്ളത്തിൽ ചാടി തീരത്ത് വന്ന് അപ്പം കഴിക്കുന്നു എന്ന് പറയുന്നില്ലേ? അതെന്താണെന്നറിയാമോ? ആദിമ സഭയിലേക്കുള്ള പ്രവേശനമാണ്. ഇനിസിയേഷൻ ടു ദ ചർച്ച്. മാമോദിസയാണ് കാണിച്ചത്. വെള്ളത്തിലേക്ക് ചാടി പത്രോസ് മാമോദിസ അവതരിപ്പിച്ചിരിക്കുകയാണ്. അതെങ്ങനെ പറയാൻ പറ്റും മാമോദിസയാണെന്ന്? ഒരു സൂചനയും കൂടെ ഉണ്ട്. പത്രോസ് വസ്ത്രം ധരിച്ചു. സാധാരണ ഒരാൾ വെള്ളത്തിലേക്ക് ചാടുമ്പോൾ ഉള്ള വസ്ത്രം ഉരിഞ്ഞു കളയല്ലേ ചെയ്യേണ്ടത്? ഇവിടെ പത്രോസ് വസ്ത്രം ധരിച്ചു. എപ്പോൾ? നഗ്നനായിരുന്നുവെന്ന് ബോധം വെച്ചപ്പോൾ. നഗ്നനായിരുന്നുള്ള ബോധം എന്താ? പാപബോധമാണ്. അതാണ് ആദിമാതാപിതാക്കൾക്ക് പാപം ചെയ്തപ്പോൾ നഗ്നതാബോധം ഉണ്ടായത്. നേക്കഡ്നെസ് ആൻഡ് സിൻ ഈസ് കണക്റ്റഡ്. പാപവും നഗ്നതയും കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. നഗ്നതാബോധം ഉണ്ടായ പത്രോസ് വസ്ത്രം ധരിച്ചു. നമ്മുടെ കുഞ്ഞുങ്ങളെ പുതിയ വസ്ത്രം ധരിപ്പിക്കത്തില്ലേ മാമോദിസയിൽ? റോബ് ഓഫ് ഗ്ലോറി, മഹത്വത്തിന്റെ വസ്ത്രം. വെള്ളത്തിലേക്ക് ഇറങ്ങുന്നു, മാമോദിസ. തീരത്തു വന്നു, എന്താ അത്? കുർബാന. മാമോദിസ സ്വീകരിച്ച സഭയിലേക്ക് പ്രവേശിച്ചവർക്ക് ലഭിക്കുന്ന വലിയ സമ്മാനമാണ് പരിശുദ്ധ കുർബാന. കർത്താവ് ചോദിക്കുന്നു, നീ എന്നെ സ്നേഹിക്കുന്നു. എങ്ങനെയാണ് ചോദിക്കുന്നത്? തീ കൂട്ടി വെച്ചിരിക്കുക, തീക്കനൽ അവിടെ ഉണ്ട്. തീക്കനൽ ഒരുക്കി വെച്ചിരിക്കുമ്പോൾ എന്നും കൂടെ സൂചന പോകേണ്ടത്, മുമ്പൊരിക്കൽ ഇതുപോലെ തീ കൂട്ടിയിരുന്നൊരു സ്ഥലത്തല്ലേ പത്രോസ് 3 ആവർത്തി ഈശോയെ തള്ളിപ്പറഞ്ഞത്? അപ്പോൾ അതേ ആംബിയൻസ് ഈശോ റീക്രിയേറ്റ് ചെയ്യുകയാണ്. എന്നിട്ട് പത്രോസിനെ കൊണ്ട് പറയുകയാണ്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഓരോ പരിശുദ്ധ കുർബാനയും കർത്താവിനോടുള്ള സ്നേഹം ഏറ്റുപറയേണ്ട ഇടമാണ്. അത് ഏറ്റുപറഞ്ഞ് പരിശുദ്ധ കുർബാന അർപ്പിച്ച് കഴിയുമ്പോൾ നമ്മുടെ നിയോഗം വെളിപ്പെടും. അതല്ലേ പത്രോസിന് പറഞ്ഞു കൊടുക്കുന്നത്? ഫീഡ് മൈ ഷീപ്പ്, എൻ്റെ ആടുകളെ മേയ്ക്കുക. നമുക്കൊക്കെ ഈ ഭൂമിയിൽ വെറുതെ അങ്ങ് ജീവിച്ചു പോയാൽ പോരെന്ന്. കർത്താവിന് നമ്മളെക്കുറിച്ചൊരു ഇൻറ്റൻഷനുണ്ട്, നമ്മുടെ ലൈഫിനെക്കുറിച്ചൊരു നിയോഗമുണ്ട്. ആ നിയോഗത്തെ അന്വേഷിച്ചറിഞ്ഞ് ജീവിക്കുമ്പോഴാണ് ജീവിതം അർത്ഥവത്താകുന്നത്. കർത്താവെ, എന്നെ നീ പൗരോഹിത്യത്തിലേക്ക് വിളിക്കുമ്പോൾ നീ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന നിയോഗം എന്താണ്? എന്നെ കുടുംബജീവിതത്തിലേക്ക് നീ നയിച്ചപ്പോൾ നീ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന നിയോഗം എന്താണ്? അത് അന്വേഷിക്കണം. അത് കുർബാനയിലാണ് വെളിപ്പെട്ട് കിട്ടുന്നത്. അതിൻ്റെ ഒടുക്കം കർത്താവ് പറഞ്ഞൊരു കാര്യം, എടാ പത്രോസേ, ചെറുപ്പമായിരുന്നപ്പോൾ നീ നിനക്ക് ഇഷ്ടമുള്ളതുപോലെ നടന്നില്ലേ? അരമുറുക്കി ഇഷ്ടമുള്ളിടത്തേക്ക് പോയില്ലേ? ഇനി മുതൽ മറ്റൊരുവൻ നിന്റെ അരമുറുക്കും, മറ്റൊരുവൻ നിനക്ക് ഇഷ്ടമില്ലാത്തിടത്തേക്ക് നിന്നെ കൊണ്ടുപോകും. ഇത് കേൾക്കുമ്പോൾ നമുക്ക് സംശയം വരും, ഷടാ, ആരാ ഈ മറ്റൊരുവൻ? പത്രോസിനെ നയിക്കാൻ പോകുന്ന മറ്റൊരുവൻ ആരാണ്? അതിൻ്റെ ഉത്തരം കിടക്കുന്ന യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 16-ാം വാക്യമാണ്. യോഹന്നാൻ 14:16. എന്താ അത്? ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോടുകൂടെ ആയിരിക്കാൻ മറ്റൊരു സഹായകനെ അയക്കുകയും ചെയ്യും. ആരായി മറ്റൊരുവൻ? അപ്പോൾ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നവരാകണം. ഒടുക്കം പറയുന്നുണ്ട്, ഏത് വിധത്തിലുള്ള മരണത്താലാണ് പത്രോസ് ദൈവത്തെ മഹത്വപ്പെടുത്താൻ പോകുന്നത്
എന്നതിൻ്റെ സൂചനയായിരുന്നു അത്. എന്ന് വെച്ചാൽ എന്താ? സഹനം. സ്നേഹിക്കുന്നവരുടെ ജീവിതത്തിൽ സഹനമുണ്ടാകും. അത് തന്നെയാണ് ലേഖനത്തിൽ നമ്മൾ കാണുന്നത്. കൊറിന്തോസ്യർക്കുള്ള 2-ാം ലേഖനത്തിൻ്റെ 11-ാം അധ്യായമാണ് ഇന്ന് വായിക്കുന്നത്. 21 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ. അവിടെ നിങ്ങളൊന്ന് വായിച്ചു നോക്കണേ. ഹോംവർക്കാണ്. പണ്ട് നമ്മൾ പറയുമായിരുന്നല്ലോ ഹോംവർക്ക് ഡൺ എന്ന് പറഞ്ഞ് കമൻറ്റ് ഇടണമെന്ന്. ഹോംവർക്കാണ്. ഈ ഹോംവർക്ക് വായിക്കാൻ മനസ്സിൽ വരേണ്ടത്, ഈ ഭാഗം വായിച്ചു തുടങ്ങുമ്പോൾ പൗലോസ് പറയുന്നത്, ഞാൻ പ്രശംസിക്കാൻ പോവുകയാണ്. അതായത് ഞാൻ ആരെക്കാളിലും മോശമല്ല, ആരെക്കാളിലും കുറവിലല്ല, എന്നെ തന്നെ പ്രശംസിക്കണോ, ഞാൻ പ്രശംസിക്കാൻ പോവാണ് എന്നും പറഞ്ഞിട്ട് പത്രോസ് പിന്നെ പറയാം. അപ്പം നമ്മൾ ഓർക്കും പുള്ളി ചെയ്ത എന്തോ വലിയ കാര്യം ബോസ്റ്റ് ചെയ്യാൻ പോവാണ്. അല്ല, പുള്ളി പിന്നെ അങ്ങോട്ട് തുടങ്ങുന്നത്, എനിക്ക് ചാട്ടവാറടി ഏറ്റിട്ടുണ്ട്, എന്നെ കാരാഗ്രഹത്തിൽ അടച്ചിട്ടുണ്ട്, എനിക്ക് കഷ്ടദുരിതങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്താ സംഭവം? സഹനങ്ങളുടെ ലിസ്റ്റ് പറയുക. എന്താ ഈ സഹനങ്ങൾ? സഹനം സ്നേഹമാണ്. സ്നേഹിച്ചതിൻ്റെ എക്സ്പ്രഷനാണ് സഹനം. ഇന്ന് കേട്ടത് മുഴുവൻ ഒന്ന് ഓർത്തെടുത്ത് ഞാൻ സ്പീഡ് കൂട്ടിയതാണ്. ഒന്ന് റിവൈൻഡ് ചെയ്തേ. മാമോദീസ, പരിശുദ്ധ കുർബാന സ്നേഹത്തിൻ്റെ ഏറ്റുപറച്ചിലാണ്. അതിൻ്റെ ഒടുക്കം നിയോഗം കിട്ടുന്നു. നിയോഗം കിട്ടുകഴിയുമ്പോൾ കർത്താവ്, ഇനി നിങ്ങൾ നയിക്കപ്പെടേണ്ടത് പരിശുദ്ധാത്മാവിനാലാണ്. അങ്ങനെ നയിക്കപ്പെടുന്നതിൻ്റെ അവസാനം എന്തുണ്ടാകും? സഹനമുണ്ട്. സ്നേഹിക്കുന്നവരുടെ ജീവിതത്തിൽ സഹനങ്ങളുണ്ട് പ്രിയമുള്ളവരെ. നിർബന്ധിത സഹനങ്ങളല്ല. നമ്മളൊക്കെ മനസ്സറിഞ്ഞ് സഹനം ഏറ്റെടുത്തത് ആർക്ക് വേണ്ടിയിട്ടാണ്? സ്നേഹമുള്ളിടത്താണ് സഹനം. ഈശോ കുരിശിൽ കാണിച്ചതും അത് തന്നെയല്ലേ? ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നുവെന്ന് അവൻ സഹിച്ച് കാണിക്കുകയല്ലായിരുന്നോ? പത്രോസിന് സഹനമുണ്ടാകുമെന്ന് ഈശോ പറയുന്നു. പൗലോസുദേ അവൻ്റെ സ്നേഹത്തെ എണ്ണി പറയുന്നത് എങ്ങനെയാ? അനുഭവിച്ച സഹനങ്ങളെ. സ്നേഹം സഹനമാണെന്ന് ഞാൻ കാണുന്നു. ചില സഹനങ്ങൾ സ്നേഹത്തിൻ്റെ എക്സ്പ്രഷനാണ് എന്ന് മനസ്സിലാക്കണം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.